കുറ്റിക്കോൽ കൂവോട് തുരുത്തി ഭാഗങ്ങളിൽ ദേശീയപാത ബൈപ്പാസ് നിർമ്മാണം നടക്കുന്നിടത്ത് കക്കൂസ് മാലിന്യം തള്ളാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. മെഗാ കൺസ്ട്രക്ഷൻ കമ്പനി തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് നിന്നുള്ള മാലിന്യമാണ് ടാങ്കറിലെത്തിച്ച് തള്ളാൻ ശ്രമിച്ചത്. തളിപ്പറമ്പ് പോലീസ് വാഹനം കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ദിവസം രാത്രി 10:30 കുറ്റിക്കോൽ കൂവോട് തുരുത്തി ഭാഗങ്ങളിൽ ബൈപ്പാസ് നിർമ്മാണം നടക്കുന്നിടത്താണ് മാലിന്യം തള്ളാൻ ശ്രമിച്ചത്. സ്ഥലത്ത് കക്കൂസ് മാലിന്യം തള്ളുന്നത് പതിവായിരുന്നു. ബൈപ്പാസിനടുത്ത് സ്റ്റേഡിയത്തിൽ കമ്പവലി മത്സരം നടക്കുന്നതിനിടയിൽ കുട്ടികളാണ് സംഭവം കണ്ടത്. നാട്ടുകാർ ഇടപെട്ടപ്പോൾ മെഗാ കൺസ്ട്രക്ഷൻ കമ്പനി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നുള്ള കക്കൂസ് മാലിന്യമാണ് ഇവിടെ തള്ളാൻ ശ്രമിച്ചതെന്നും മുൻപും പ്രദേശത്ത് മാലിന്യം തള്ളിയിട്ടുണ്ടെന്നും അറിയാൻ കഴിഞ്ഞു. കഴിഞ്ഞ ഒരു മാസക്കാലമായി ബൈപ്പാസ് കേന്ദ്രീകരിച്ച് മാലിന്യം തള്ളുന്നുണ്ട്. നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതിനാൽ ഈ ഭാഗത്ത് ആൾപെരുമാറ്റം കുറവാണ്. ഇതിന്റെ മറവിലാണ് കക്കൂസ് മാലിന്യം തള്ളുന്നത്. കക്കൂസ് മാലിന്യം കിണറുകളിലും ജലാശയങ്ങളിലും കലർന്ന് കുടിവെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പ്രദേശത്ത്. കാർഷിക രംഗത്തടക്കം വലിയ പ്രയാസമാണ് ഇതുകൊണ്ടുണ്ടാവുന്നതെന്നും ഇത്തരത്തിൽ കക്കൂസ് മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ ഒരു മാസക്കാലമായി ഈ ബൈപ്പാസ് കേന്ദ്രീകരിച്ചാണ് ഈ മെഗാ കൺസ്ട്രക്ഷൻ കമ്പനിക്കാർ ലേബേഴ്സ് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ ടാങ്കറിൽ ഈ മാലിന്യം കൊണ്ടിവിടെ നിക്ഷേപിക്കുന്നത്. അപ്പോൾ പിന്നീട് പോലീസുകാർ വിളിച്ചു. പോലീസുകാർ വന്നു. അവസാനം അവരെ വണ്ടി കൊണ്ട് വെള്ളാരംപാറ അവരൊക്കെ ഷെഡിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നത് വെച്ചാൽ പുറത്തുള്ള സ്വകാര്യ കമ്പനിക്കാർ കരാർ കൊടുത്ത് ഇവിടെ തട്ടുന്നതാണ് ഞങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നത്. ഇപ്പോഴാണ് മനസ്സിലായത് ഈ മെഗാ കൺസ്ട്രക്ഷൻ കമ്പനീൻ്റെ ടീമാണ് ഈ പ്രദേശത്ത് മുഴുവൻ ഈ കക്കൂസ് മാലിന്യം കൊണ്ട് തട്ടുന്നത്. മുനിസിപ്പാലിറ്റി നിലയിൽ ഞങ്ങൾ വിവരം കൊടുത്തിട്ടുണ്ട്. മുനിസിപ്പാലിറ്റി അതുപോലെ തന്നെ ബന്ധപ്പെട്ട സർക്കാർ ഉൾപ്പെടെ പ്രത്യേകിച്ച് മെഗാ കൺസ്ട്രക്ഷൻ കമ്പനിൻ്റെ അതിൻ്റെ ഓതറൈസ് ടീം ഈ പ്രശ്നത്തിന് പരിഹാരം കാണാതെ അവർക്ക് ഈ പറഞ്ഞ പോലത്തെ ഈ വേസ്റ്റ് തട്ടാൻ ആവശ്യമായ മറ്റൊരു ബദൽ സംവിധാനം അവർ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് തളിപ്പറമ്പ് പോലീസ് സ്ഥലത്തെത്തി വാഹനം കസ്റ്റഡിയിലെടുത്തു. നഗരസഭാ ആരോഗ്യ വിഭാഗവും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.